ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത അന്തരീക്ഷം. ഇത്രയും നല്ല മഴ, അതായത് നല്ല തണുപ്പ്, നല്ലൊരു കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ നമുക്ക് ചൂടായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നും അല്ലേ. നമുക്ക് ബോംബെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടുള്ള വടാപ്പാവ് കിട്ടുകയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ചൂടുള്ള പാവ് ബജി ഇതൊക്കെ, അല്ലെങ്കിൽ ബോണ്ട, പക്കോട, ഇതൊക്കെ നാട്ടിൽ ബോണ്ട അല്ലെങ്കിൽ വട അല്ലെങ്കിൽ പരിപ്പ് വട, എന്തായാലും ചൂടോടെ എന്ത് കിട്ടിയാലും നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ എനിക്ക് പക്ഷേ എന്താ തോന്നുന്നു അറിയാം, നല്ലൊരു സൂപ്പ് കുടിക്കാനാണ് തോന്നുന്നു. ഏതെങ്കിലും ഒരു സൂപ്പ് ഉണ്ടാക്കി കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു സൂപ്പ് ട്രൈ ചെയ്യാം. എന്ത് സൂപ്പാണെന്നുള്ളത് അടുക്കള പോയ ശേഷം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. വെജിറ്റബിൾ വേണോ വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ നമുക്ക് നോക്കാം. വെജിറ്റേറിയൻ സൂപ്പാണെന്ന് എനിക്കിപ്പോൾ മൂടുള്ളത്. എങ്കിൽ സാധനമൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഇന്ന് അടിപൊളി ഒരു സൂപ്പ് ഉണ്ടാക്കി തരാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെജിറ്റബിൾ സൂപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഒരു 2 മുരിങ്ങ, ഒരു ഉള്ളി, വലിയ ഉള്ളി, 2 ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, കുറച്ച് ബീൻസ്, ഇത്രയേ വേണ്ടു. ഇത്രയും സാധനം വെച്ചിട്ട് നമ്മളിന്ന് അടിപൊളി ഒരു വെജിറ്റബിൾ സൂപ്പ്. എത്രയാണോ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വെള്ളം. ഓക്കെ, നമ്മളൊരു 4 പേർക്കുള്ള സൂപ്പാണ്. അത്രയും വെള്ളത്തിലാണ് നമ്മളിപ്പം വേവിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടിയിട്ട് മിക്സിയിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഒന്ന് അടിക്കണം. കുറച്ച് വെള്ളം ഒക്കെ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നതിന് നമുക്ക് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം, അരിച്ച് എടുക്കാം. ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇത് ഒരു സൂപ്പിൻ്റെ ശരിക്കുള്ളൊരു കട്ടി നിങ്ങൾ നോക്കിക്കോളൂ. ഇനിയിപ്പോൾ ഈ കട്ടി കുറവാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒന്നിക്ക് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിക്കാം,
ഒരു ചെറിയ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കാൻ കട്ടി കൂട്ടണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഞാനെ പോലത്തെ ആൾക്കാർ ചെറിയ പൊടിക്ക് വേറെ എന്താ ചെയ്യാന്ന് കുറച്ച് ഗോതമ്പ് പൊടി, നല്ല ഗോതമ്പ് പൊടിയാണെങ്കിൽ അതൊന്ന് കലക്കിയിട്ട് ഒഴിച്ചാലും നിങ്ങൾക്ക് കട്ടി. അടുത്തതായിട്ട് ഒരു വലിയ ഉള്ളി സവാള ഒന്നുകൂടി വേണ്ടി വരും. ഇത്ര വേണ്ട നമുക്ക് നെയ്യിൽ വാട്ടിയെടുക്കാനുണ്ട്. പിന്നെ വേണ്ടത് ഇതുപോലെ ഇത് ഉള്ളി ചെറുതായിട്ട് അരിയാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ നമുക്ക് ഇടാം. ഓക്കെ, ഇത് നെയ്യിൽ തന്നെ വാട്ടിയെടുക്കാം. ചൂടാക്കുന്നു. നല്ല കട്ടി വന്നു. ഇതിന് ഇനി വേണ്ടത് ഉപ്പാണ്. ഇത് നമ്മുടെ ഇഷ്ടം. ഉപ്പ് നമ്മൾ എത്ര പാകത്തിന് വേണ്ടത് അതിനനുസരിച്ച് വേണം. ഏകദേശം ഉപ്പ് വേണം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ കുറച്ച് ഉപ്പിട്ട് ഉപ്പൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കും. കുറച്ചുകൂടെ പശു നെയ്യാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ സൂപ്പ് റെഡിയുണ്ട്. കുറച്ച് സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ എടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ മല്ലിയില ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹോട്ട് ആൻഡ് സ്പൈസി വെജിറ്റബിൾ സൂപ്പാണ്. ഇതാ നല്ല അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഒന്ന് ട്രൈ ചെയ്തേ, എങ്ങനെയാണെന്ന് പറ. എരിവുണ്ടോ? കറക്റ്റ് ഉപ്പ് എല്ലാം റെഡിയല്ലേ? സൂപ്പർ. ഒരാൾക്കും കൂടി സൂപ്പ് കൊടുക്കാറുണ്ട്. ഹലോ മാം, എൻ്റെ സൂപ്പ് നോക്കൂ. അങ്ങനെ അമ്മമ്മ ഉണ്ടാക്കിയത് പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല അടിപൊളി ചൂടായിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയല്ലോ. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് റെസിപ്പി ആയിട്ട് ഞാൻ വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ എപ്പോഴും ഇത് കുക്കിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ വരില്ല, എങ്കിലും എനിക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ മൂടൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കും. കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ആ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്ക്. എങ്കിലേ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകളാണ്. നിങ്ങൾ എൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുള്ളൂ. എല്ലാം വ്യത്യസ്തമായ വീഡിയോകളായിരിക്കും.
ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരും. ഇത് ഈ മഴക്കാലത്ത് പറ്റിയൊരു സൂപ്പാണ്. ഇതുപോലെ വേറെ സൂപ്പുകളൊക്കെ ഉണ്ട്. അത് വയ്യ സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും. ഇപ്പൊ സമയം കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇതൊക്കെ. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.